എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആലോചന തുടങ്ങിയിട്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിന് പുറത്തേക്ക് ഞങ്ങൾ കുടുംബസമേതം ഒരു യാത്ര പോയിട്ട്. അങ്ങനെ പല സ്ഥലങ്ങളും സെർച്ച് ചെയ്ത് ഒടുവിൽ മുംബൈ എന്ന മഹാനഗരം കാണുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ 5 ദിവസത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ഞാനും ഭാര്യയും മകളും കൂടി 2024 ഫെബ്രുവരി 1 പുറപ്പെട്ട് ഫെബ്രുവരി 6 മടങ്ങിയെത്തുന്ന ഒരു പ്ലാൻ രൂപപ്പെടുത്തി. മകൻ ജോലിസ്ഥലത്തായത് കാരണം തൽക്കാലം അവനെ ഒഴിവാക്കി. എറണാകുളം നോർത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 12:55 എത്തിച്ചേരുന്ന കൊച്ചുവേളി ലോക്മാന്യ തിലക് ഗരീബ് റാത്ത് എക്സ്പ്രസ്സാണ് ഞങ്ങളുടെ ട്രെയിൻ. ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങൾ വസതിയിൽ നിന്നും ഇറങ്ങി ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. കൃത്യസമയത്ത് തന്നെ വാഹനമെത്തി. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങളുടെ വസതിയിൽ നിന്നും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അയൽവാസികളോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ കാണിക്കയിട്ട് ഒരു വിഘ്നവും ഈ യാത്രയിൽ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഏകദേശം 12 മണിയോടുകൂടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഉച്ചഭക്ഷണം എറണാകുളം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ നിന്നും കഴിച്ച് ഏകദേശം അരമണിക്കൂർ സ്റ്റേഷനിൽ ചെലവഴിച്ചു. കൃത്യസമയത്ത് തന്നെ ട്രെയിനെത്തി. ഈ ട്രെയിനിൽ തന്നെയാണ് ഞങ്ങൾ മടങ്ങി വരുന്നതും. എല്ലാ തിങ്കളാഴ്ചയും ലോകമാന്യ തിലക് സ്റ്റേഷനിൽ നിന്നും വൈകിട്ട് 4:55 ഈ ട്രെയിൻ പുറപ്പെടുന്നത്. 3rd AC ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 1165 രൂപയാണ് ഈ ട്രെയിനിലെ ടിക്കറ്റ് നിരക്ക്. ഈ ട്രെയിനിൽ നിലവിൽ പാൻട്രി ഇല്ല. എന്നാൽ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ ഭക്ഷണം കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. AC ടിക്കറ്റ് നിരക്ക് ഏറ്റവും കുറവുള്ള ട്രെയിനാണ് ഈ ഗരീബ് റാത്ത് എക്സ്പ്രസ്. ട്രെയിനിൽ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു. ഞങ്ങൾക്ക് കൂട്ടായി മുംബൈയിൽ സെറ്റിലായ രാധാകൃഷ്ണൻ ചേട്ടനും സുരേഷ് ചേട്ടൻ, ഭാര്യ, മകൻ, മലപ്പുറത്തുള്ള അഷറഫും ഉണ്ടായിരുന്നു. ഇവരായിരുന്നു ഞങ്ങളുടെ സഹയാത്രികർ. വളരെ സന്തോഷകരവും രസകരവുമായിരുന്നു ഈ ട്രെയിൻ യാത്ര. എല്ലാവരും പരസ്പരം കുശലം പറഞ്ഞും സന്തോഷം പങ്കുവച്ചും ഭക്ഷണം പങ്കിട്ടും അത്രയേറെ രസകരമായിരുന്നു ഈ യാത്ര. രാത്രി 11 മണിയോടുകൂടി എല്ലാവരും തന്നെ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. സുന്ദരമായി ഞങ്ങൾ കിടന്നുറങ്ങി. വെളുപ്പിന് 7 മണിയോടുകൂടി രത്നഗിരി പിന്നിട്ട് 11 മണിയോടുകൂടി ട്രെയിൻ പൻവേൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സുരേഷ് ഏട്ടനും കുടുംബവും പൻവേൽ സ്റ്റേഷനിൽ ഇറങ്ങി. ഒപ്പമുണ്ടായിരുന്ന അഷറഫും അവിടെ തന്നെ ഇറങ്ങി. സുരേഷ് ഏട്ടനോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരുന്നവരോടും യാത്ര പറഞ്ഞു. ഇവിടെ നിന്നും 50 കിലോമീറ്ററോളം ദൂരമുണ്ട് ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത കൊളാബയിലേക്ക്. മുംബൈ നഗരത്തിൻ്റെ ഒരു പ്രധാന കവാടമാണ് പൻവേൽ. ഒരു മെയിൻ ജംഗ്ഷൻ കൂടിയാണ് പൻവേൽ. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണിൽ വരുന്ന 2ാമത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് പൻവേലിലാണ്. പൻവേലിന് സമീപമുള്ള ഉലാവ എന്ന സ്ഥലത്താണ് ഈ എയർപോർട്ടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 2025 മാർച്ച് 31 ഈ എയർപോർട്ട് യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും ഒരു സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ LTT സ്റ്റേഷനിൽ എത്തിച്ചേരും. അടുത്ത സ്റ്റോപ്പ് താനെയാണ്. അവിടെ രാധാകൃഷ്ണൻ ചേട്ടൻ ഇറങ്ങും. ട്രെയിൻ താനെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ചേട്ടൻ അവിടെ ഇറങ്ങി. ചേട്ടൻ താമസിക്കുന്നത് കല്യാണിലാണ്. 36 വർഷമായി രാധാകൃഷ്ണൻ ചേട്ടൻ മുംബൈയിൽ സെറ്റിൽ ചെയ്തിട്ട്. നല്ല ഒരു മനുഷ്യനാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ പിന്നീട് പറയാം. രാധാകൃഷ്ണൻ ചേട്ടനോട് യാത്ര പറഞ്ഞ് കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ തനിച്ചായി. അടുത്ത സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ ലോകമാന്യ തിലക് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. കൃത്യസമയം പാലിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ട്രെയിൻ എത്തി. ഇവിടെ നിന്നും ഞങ്ങൾക്ക് സബർബൻ ട്രെയിൻ കയറി VT സ്റ്റേഷനിലെത്തണം. ഏകദേശം 300 മീറ്റർ നടന്നാൽ ലോക്കൽ സ്റ്റേഷനിലെത്താം. തിലക് നഗർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്.
ഇവിടെ നിന്നുമാണ് സബർബൻ ട്രെയിൻ VT സ്റ്റേഷനിലേക്ക് ഉള്ളത്. തിലക് നഗർ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് യാത്രയുണ്ട് VT സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ സബർബൻ ട്രെയിനിൽ കയറി പ്രസിദ്ധമായ വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഈ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ പിന്നീട് പങ്കുവയ്ക്കാം. സ്റ്റേഷൻ്റെ സമീപത്തു നിന്നും ഒരു ടാക്സി വിളിച്ചു. ഇവിടെ നിന്നും 2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിലേക്ക്. 90 രൂപയായിരുന്നു ടാക്സി നിരക്ക്. താജ് ഹോട്ടലിൻ്റെയും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും സമീപത്താണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇവിടെ നിന്നും 200 മീറ്റർ ദൂരം മാത്രമാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ളത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലായിരുന്നു. നേരത്തെ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. വോൾഗ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. സമയം 2 മണിയായി. നല്ല വിശപ്പ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭക്ഷണം കഴിച്ചു. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും നാനും ബട്ടർ ചിക്കനും ഓർഡർ ചെയ്തു. വില അല്പം കൂടുതലാണെങ്കിലും വളരെ രുചികരമായിരുന്നു. ആസ്വദിച്ച് തന്നെ കഴിച്ചു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നല്ല മുറി, AC ഉണ്ട്. ഞങ്ങൾ 3 പേർക്കും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ മുറിയിലുണ്ട്. 3000 രൂപയാണ് ഒരു ദിവസത്തെ വാടക. 3 ദിവസത്തേക്കാണ് ഞങ്ങൾ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. പരിസരത്തെ ഹോട്ടലിൽ റൂമിന് വളരെ ഉയർന്ന നിരക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈ കൊളാബ ഏരിയയിലാണ്. ഒന്ന് വിശ്രമിച്ച ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി മുറിയിൽ നിന്നും പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജും കാണുവാൻ പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ താജ് ഹോട്ടലിൻ്റെ മുന്നിലെത്തി. മുംബൈയിൽ വരുന്ന ഏതൊരു സഞ്ചാരിയും കാണാൻ ആഗ്രഹിക്കുന്ന അതിഗംഭീരമായ ഒരിടം. അറേബ്യൻ കടലിന് അഭിമുഖമായി മുംബൈയിലെ കൊളാബ എന്ന സ്ഥലത്താണ് ഈ ആഡംബര 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. താജ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ 5 നക്ഷത്ര ഹെറിറ്റേജ് ഹോട്ടൽ. 120 വർഷം പഴക്കമുള്ള ഈ സുന്ദര മന്ദിരം ആഡംബര പ്രൗഢിയോടെ ഇന്നും ഇന്ത്യയുടെ അഭിമാനമായി നിലകൊള്ളുന്നു. ഇൻഡോ സാർസനിക് ശൈലിയിൽ സീതാറാം ഖന്തറാവും DN മിശ്രയും ചേർന്നാണ് ഈ മനോഹര മന്ദിരം രൂപകൽപ്പന ചെയ്തത്. 1903 ഡിസംബർ 16 ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ജംഷഡ്ജി ടാറ്റയാണ് അതിഥികൾക്കായി ഈ ഹോട്ടൽ തുറന്നുകൊടുത്തത്. 1995 വരെ താജ്മഹൽ ഹോട്ടൽ എന്നാണ് ഇതറിയപ്പെട്ടത്. 2003 വീണ്ടും പേര് താജ്മഹൽ പാലസ് ആൻഡ് ടവർ എന്ന് മാറ്റുകയായിരുന്നു. 1972 ഇതിനോട് ചേർന്ന് തന്നെ 20 നിലകളിലായി താജ് ടവർ നിർമ്മിക്കപ്പെട്ടു. 560 റൂമുകളും 44 സ്യൂട്ട് റൂമും 9 റെസ്റ്റോറൻറ്റുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഹോട്ടൽ. 1600 ജീവനക്കാരും ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. നിരവധി ലോക നേതാക്കന്മാർ ഇവിടെ സന്ദർശിച്ചു. മൗണ്ട് ബാറ്റൺ പ്രഭു മുതൽ മാർഗരറ്റ് താച്ചർ, ബിൽ ക്ലിൻ്റൺ വരെയുള്ള നിരവധി രാഷ്ട്രത്തലവന്മാരും സെലിബ്രിറ്റികളും സന്ദർശിച്ച് വിശ്രമിച്ചു ഈ ഹെറിറ്റേജ് പാലസിൽ. 1-ാം ലോക മഹായുദ്ധകാലത്ത് 600 ബെഡുകളുള്ള ആശുപത്രിയായി പ്രവർത്തിച്ചു എന്നുള്ളതും ഈ ഹോട്ടലിൻ്റെ ചരിത്രം. 2008 നവംബർ 26 ഈ ഹോട്ടലിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്തും നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരും വിദേശികളുമടക്കം 167 പേരാണ് രക്തസാക്ഷിത്വം വരിച്ചത്. വളരെ ഏറെ സുരക്ഷിത പ്രാധാന്യമുള്ള സ്ഥലമായതിനാൽ പോലീസിൻ്റെയും അർദ്ധ സൈനികരുടെയും കർശന നിരീക്ഷണത്തിലാണ് ഈ ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരവും. ഞങ്ങൾ 3 പേരും നിരവധി ഫോട്ടോകൾ ഇതിൻ്റെ മുന്നിൽ നിന്നെടുത്തു. അത്ര മനോഹരമാണ് ഈ പരിസരം. വളരെ വൃത്തിയോടെ ഈ പരിസരവും പ്രദേശങ്ങളും സംരക്ഷിച്ചു പോരുന്നു. അടുത്തതായി പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ചത്തുരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മോണുമെൻറ്റ്, മുംബൈ സിറ്റിയുടെ ഐക്കൺ. ഒരു മനോഹരമായ കാഴ്ച. അറേബ്യൻ കടലിനോട് ചേർന്നും താജ് ഹോട്ടലിൻ്റെ എതിർവശത്തുമായി ക്ലാസിക് ഭാവത്തിൽ അതങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ദിനം പ്രതി വന്നു പോകുന്ന
അതിമനോഹരമായ നിർമ്മിതിയും ചത്തുരവും. ഒരു ഫോട്ടോ പോയിൻ്റ് കൂടിയാണ് ഇവിടം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നിരവധി ഫോട്ടോഗ്രാഫർമാരാണ് നമ്മളെ സമീപിക്കുന്നത്. ഞങ്ങളും 2-3 ഫോട്ടോകൾ എടുത്തു. ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ നിരക്കിലാണ് ഇവർ നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. ബ്രിട്ടീഷ് എംപയർ കിങ് ജോർജും ഭാര്യ ക്യൂൻസ് മേരിയും 1911 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഒരു മോണുമെൻ്റ് സ്ഥാപിക്കാൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി തീരുമാനിക്കുകയായിരുന്നു. അവർ ഇന്ത്യയിലെത്തിയപ്പോൾ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്കോട്ടിഷ് ആർക്കിടെക്റ്റ് ജോർജ് വിറ്റലായിരുന്നു ഈ മനോഹര മോണുമെൻ്റ് ഡിസൈൻ ചെയ്തത്. 1924 ഡിസംബർ 4-നായിരുന്നു ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. 85 അടി ഉയരവും 49 അടി വീതിയിലുമാണ് ഈ മാർബിൾ ഗ്രാനൈറ്റ് മന്ദിരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. 1948 ഫെബ്രുവരി 28-നാണ് ഇന്ത്യയിൽ നിന്നുള്ള അവസാനത്തെ ബ്രിട്ടീഷ് ബറ്റാലിയൻ ഈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് നടന്ന ചടങ്ങിലൂടെ ഇവിടെ നിന്നും ബ്രിട്ടനിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതും ഒരു ചരിത്രം. സായന്തനങ്ങളിൽ മുംബൈ നിവാസികളുടെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ് ഇവിടം. അറേബ്യൻ കടലിൽ നിന്നും അടിക്കുന്ന കുളിർക്കാറ്റുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് തന്നെ ഒരു അനുഭവമാണ്. 1 മണിക്കൂർ സമയം ഇവിടെ ചെലവഴിച്ചു. 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള മറൈൻ ഡ്രൈവ് കാണുവാനായി പുറപ്പെട്ടു. പുറപ്പെടുന്നതിന് മുൻപ് ഒരു ചായയും മുംബൈക്കാരുടെ ഇഷ്ടഭക്ഷണവുമായ ഒരു വടാപ്പാവും കഴിച്ച് ഒരു ടാക്സിയിൽ യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി. സന്ധ്യാസമയമായതിനാൽ നിരവധി ആളുകൾ സന്ദർശിക്കുവാനും വിശ്രമിക്കാനും കാറ്റുകൊള്ളുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കടലിന് അഭിമുഖമായി തന്നെ ഒരു ഇരിപ്പിടം കണ്ടെത്തി. കടലിൽ നിന്നും അടിക്കുന്ന കുളിർ കാറ്റുകൊണ്ട് 1 മണിക്കൂർ നേരം അവിടെ ചെലവഴിച്ചു. സ്വദേശികളായ നിരവധി ആളുകൾ ഇവിടെ ജോഗിങ് ചെയ്യുന്നതും കണ്ടു. മറൈൻ ഡ്രൈവ് 3 കിലോമീറ്റർ നീളം വരുന്ന പ്രൊമനൈഡ്, 6 വരിയുള്ള കോൺക്രീറ്റ് റോഡ്, അതിസുന്ദരമായ പ്രദേശം. മലബാർ ഹിൽ മുതൽ നരിമാൻ പോയിൻ്റ് വരെ നീണ്ടു കിടക്കുന്നു. നേരെ അപ്പുറം കാണുന്നതാണ് മലബാർ ഹിൽ. മഹാരാഷ്ട്ര ഗവർണറുടെ ഔദ്യോഗിക വസതി അവിടെയാണ്. ഒരു നെക്ലസ് മാലയുടെ രൂപത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു അതിസമ്പന്നമായ ഈ പ്രദേശം. 1 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലയെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. മുംബൈ സിറ്റിയിലെ ഏറ്റവും മൂല്യമുള്ള പ്രദേശം. അതിസമ്പന്നരും സെലിബ്രിറ്റികളും ഇവിടെ വസിക്കുന്നു. നിരവധി 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലുകൾ ഈ പരിസരത്ത് നിലകൊള്ളുന്നു. ഒബറോൺ ഹിൽട്ടൺ, ദ ഇൻ്റർകോണ്ടിനെൻ്റൽ, ട്രഡൻറ്റ്, മറൈൻ പ്ലാസ, സീ ഗ്രീൻ തുടങ്ങിയ 5 സ്റ്റാർ ഹോട്ടലുകളും നിരവധി 4 സ്റ്റാർ ഹോട്ടലുകളും കൊണ്ട് സമ്പന്നമായിരിക്കുന്നു ഈ മറൈൻ ലൈൻ. അനധികൃത പാർക്കിങ്ങും അനധികൃത കച്ചവടവും ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത്ര വൃത്തിയോടെയാണ് ഈ പരിസരം കാത്തു സൂക്ഷിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ സമയം പോകുന്നത് തന്നെ അറിയില്ല. രാത്രി 8 മണിയായി. ട്രഡൻറ്റ് 5 സ്റ്റാർ ഹോട്ടൽ അങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. സ്വർണപ്രഭയിൽ അതങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. ഞങ്ങൾ കൊളാബയിലേക്ക് തിരിച്ചു. ഡിന്നർ കഴിച്ചു. ഞങ്ങളുടെ 1-ാം ദിനം അവസാനിച്ചു. റൂമിൽ കയറി സുഖകരമായ നിദ്രയിലേക്ക് ഞങ്ങൾ ആണ്ടു. ഇന്ന് ഞങ്ങളുടെ 2-ാം ദിനം. ഇന്ന് ഞങ്ങൾക്ക് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. കൊളാബയിൽ നിന്നും ഒരു സിറ്റി ലോ ഫ്ലവർ AC ബസ്സിൽ കയറി ഞങ്ങൾ 9 മണിയോടുകൂടി യാത്ര തിരിച്ചു. ഇവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരാൾക്ക് 6 രൂപയാണ് ബസ് ടിക്കറ്റ് നിരക്ക്. ചർച്ച് ഗേറ്റ് മുംബൈയുടെ തെക്ക് ഭാഗത്തായി അറേബ്യൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ പ്രദേശം. ചർച്ച് ഗേറ്റ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നിരവധി യുണീക്കായ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും കൊണ്ട് ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നു ഇവിടം. നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു.
ഗവൺമെൻറ് ലോ കോളേജ്, ജയ്ഹിന്ദ് കോളേജ് തുടങ്ങിയ നിരവധി കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവിടെയുണ്ട്. പ്രശസ്തമായ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം, ക്രിക്കറ്റ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരം, മഹാരാഷ്ട്ര ഹൈക്കോടതിയും ഈ പരിസരത്ത് തന്നെയാണ്. ഇന്നലെ ഞങ്ങൾ സന്ദർശിച്ച മറൈൻ ഡ്രൈവും ചർച്ച് ഗേറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ റോഡും ഇതിൻ്റെ പരിസരവും എത്ര മനോഹരമായാണ് കിടക്കുന്നത്. ഒരു കടലാസ് കഷ്ണമോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും തന്നെ ഈ റോഡിലും റോഡിൻ്റെ ഇരുവശത്തും കാണുവാൻ സാധിച്ചില്ല. 6 വരി റോഡുകൾ, റോഡിൻ്റെ ഇരുവശവും പൂക്കളും ചെടികളും കൊണ്ട് സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നു. താമസിയാതെ തന്നെ ഞങ്ങൾ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടെ നിന്നും ഞങ്ങൾക്ക് ബാന്ദ്രയിലേക്ക് പോകണം. അവിടെ കുറേ കാഴ്ചകൾ കാണണം. ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ 153 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ. 1870 ജനുവരി 10-നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ മുംബൈ സബർബൻ റെയിൽവേയുടെ കീഴിൽ വെസ്റ്റേൺ ലൈനിലേക്കുള്ള ട്രെയിനുകളാണ് ഈ സ്റ്റേഷനിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ തിരക്കേറിയ ഈ റെയിൽവേ സ്റ്റേഷനിൽ 4 പ്ലാറ്റ്ഫോമുകളാണ് നിലവിലുള്ളത്. ഞങ്ങൾ താജ് ഹോട്ടലിന് സമീപം മുറിയെടുത്തത് അനുയോജ്യമായ തീരുമാനമാണെന്ന് തോന്നി. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഈ സ്റ്റേഷനിലേക്കും VT സ്റ്റേഷനിലേക്കും 3 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. മുംബൈയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഈ സ്റ്റേഷനിൽ നിന്നും സബർബൻ ലോക്കൽ ട്രെയിൻ ഉപയോഗപ്പെടുത്താം. ഈ 2 സ്റ്റേഷനിലേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. താജിൻ്റെ സമീപത്തു നിന്നും 6 രൂപ മാത്രം കൊടുത്താൽ ഈ സ്റ്റേഷനിൽ എത്തിച്ചേരാം. നമ്മൾക്ക് ടാക്സികൾ ഒഴിവാക്കാം. ഇവിടെ ടാക്സി നിരക്ക് കൂടുതലാണ്. ഞങ്ങൾ 3 പേരും ട്രെയിനിൽ കയറി. ട്രെയിൻ പുറപ്പെട്ടു. 15 മിനിറ്റ് കൊണ്ട് തന്നെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനെത്തി. ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ നിന്നും ഒരു ലോക്കൽ ബസ് കയറി 3 കിലോമീറ്റർ ദൂരമുള്ള ബാന്ദ്ര ബീച്ചിലെത്തണം. ഞങ്ങളുടെ ബസ് ബാന്ദ്രയിലുള്ള താജ് ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി. അവിടെ ഞങ്ങൾ ഇറങ്ങി ബീച്ച് കാണുവാൻ പുറപ്പെട്ടു. എന്നാൽ മെയിൻ്റനൻസ് ജോലി നടക്കുന്നതിനാൽ ഇന്നേ ദിവസം ബീച്ച് അടച്ചിരിക്കുന്നു. ഞങ്ങളുടെ ബീച്ച് കാണൽ വിഫലമായി. തിരിച്ച് തൊട്ടടുത്തുള്ള മന്നത്ത് ഹൗസിൻ്റെ മുൻവശത്തെത്തി. ലോകപ്രശസ്തനായ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ്റെ വസതി. ആ വസതിക്ക് മുന്നിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളും വീഡിയോയും എടുത്തു. ഇവിടെ വരുന്ന സഞ്ചാരികളുടെ ഒരു ഫോട്ടോ പോയിൻ്റ് കൂടിയാണ് ഈ വസതി. തൻ്റെ പിറന്നാൾ ദിനമായ നവംബർ 2-നും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഈ മട്ടുപ്പാവിൽ വന്നു നിന്ന് തൻ്റെ ആരാധകരെ അഭിവാദ്യം ചെയ്യുക എന്ന പതിവും ഷാരൂഖ് ഖാനുണ്ട്. കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാൻ 1965 നവംബർ 2-ന് ന്യൂഡൽഹിയിലാണ് ജനിച്ചത്. ഡിഗ്രി വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ടെലിവിഷൻ സീരിയലിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. 14 തവണ ഫിലിം ഫെയർ അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി. 2005-ൽ ഭാരതം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. കുറേ സമയം അവിടെ ഞങ്ങൾ ചെലവഴിച്ചു. വഴിയോര കച്ചവടക്കാരൻ്റെ അടുത്തു നിന്നും കടലയും കോൺഫ്ലക്സും സവാളയും വേറെ കുറേ സാധനങ്ങളും മിക്സ് ചെയ്ത ഒരൈറ്റം 2 പൊതി ഞങ്ങളും മേടിച്ചു. നല്ല സ്വാദിഷ്ടമായിരുന്നു. വൈഫിനെ അവിടെ ഇരുത്തി ഞാനും മകളും കൂടി കടൽ തീരത്തിൻ്റെ സമീപത്തേക്ക് നടന്നു. നല്ല വെയിലായത് കാരണം വൈഫ് ആ മരത്തിൻ്റെ തണലിൽ ഇരുന്ന് വിശ്രമിച്ചു. ഒരു കടൽത്തീര നഗരമാണ് ബാന്ദ്ര. മുംബൈയിലെ 3ാമത്തെ വലിയ കൊമേഴ്സ്യൽ ഹബ്ബ്. മറൈൻ ഡ്രൈവ് കഴിഞ്ഞാൽ വസ്തുവിന് ഏറ്റവും വിലയുള്ള ഒരിടം. നിരവധി VIP-കളുടെ വാസസ്ഥലം. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, സഞ്ജയ് ദത്ത്, അമീർ ഖാൻ, രൺബീർ കപൂർ, സെയ്ഫ് അലി ഖാൻ, ആലിയ ഭട്ട്, കരീന കപൂർ, രേഖ തുടങ്ങി ഹിന്ദി സിനിമയിലെ പ്രശസ്തരായ അഭിനേതാക്കൾ ഇവിടെ വസിക്കുന്നു. പ്രശസ്ത സംവിധായകൻ കരൺ ജോഹർ താമസിക്കുന്നതും ഇവിടെയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്ററും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ സച്ചിൻ ടെണ്ടുൽക്കറും താമസിക്കുന്നത് ഇവിടെയാകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാകുന്നു. കൂടാതെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതിസമ്പന്നരായ ബിസിനസ്സുകാർക്കും ഇവിടെ റെസിഡൻസുകളുണ്ട്.
ഇവിടെ 1 മണിക്കൂർ സമയം ചെലവിട്ട് ഞങ്ങൾ മുംബൈയുടെ മറ്റൊരു ഐക്കണായ ബാന്ദ്ര വർലി സീലിംഗ് ബ്രിഡ്ജ് കാണുവാനായി പുറപ്പെട്ടു. ഒരു ഊബർ ടാക്സി വിളിച്ചു. ബാന്ദ്ര വർലി സീലിംഗ് ബ്രിഡ്ജ്, ഇതിൻ്റെ ഔദ്യോഗിക നാമം രാജീവ് ഗാന്ധി സീലിംഗ്. പാലങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഏറ്റവും സൗന്ദര്യമുള്ള കടൽപ്പാലം, ഒരു അത്ഭുത നിർമ്മിതി. മുംബൈയിൽ വരുന്ന ഏതൊരു സഞ്ചാരിയും ഈ സീലിംഗ് ബ്രിഡ്ജ് കണ്ടേ മടങ്ങൂ എന്നുള്ളതാണ് വസ്തുത. 5.6 കിലോമീറ്റർ നീളവും 8 വരിപ്പാതയുമുള്ള ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ കടൽപ്പാലം. ഒരു കേബിൾ ലിങ്ക് പാലം കൂടിയാണിത്. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പണിത നിർമ്മിതി. ബാന്ദ്രയിൽ നിന്നും വർളിയിലേക്ക് 40 മിനിറ്റ് വേണ്ടിയിരുന്ന യാത്ര വെറും 5 മിനിറ്റ് കൊണ്ട് യാഥാർത്ഥ്യമാക്കി ഈ പാലത്തിലൂടെ. ഇവിടെ വാഹനം നിർത്തി ഫോട്ടോയും വീഡിയോയും എടുക്കുവാൻ അനുവദിക്കുകയില്ല. ഞങ്ങൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോ എടുത്തു. ഇന്ന് മുംബൈയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമായിരിക്കുന്നു ഈ കടൽപ്പാലം. ശേഷാദ്രി ശ്രീനിവാസൻ എന്ന എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ഈ പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. 2010 മാർച്ച് 24-നാണ് ഈ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. 10 വർഷം വേണ്ടിവന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന്. അക്കരെ കാണുന്നത് വർളിയിലെ അമ്പരചുംബികളായ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളും കൊമേഴ്സ്യൽ കോംപ്ലക്സുകളുമാണ്. സുന്ദരമായ കാഴ്ച. ആ കാഴ്ചകൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ടു. ഓട്ടോറിക്ഷയും ബൈക്കും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് നിരോധിച്ചിരിക്കുന്നു. ശരാശരി 40,000-ഓളം വാഹനങ്ങൾ ഒരു ദിവസം ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളുടെ ടാക്സി വർളിയിൽ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങി. 250 രൂപയായിരുന്നു ടാക്സി നിരക്ക്. വർളിയിൽ നിന്ന് ഞങ്ങൾ ഒരു ലോ ഫ്ലോർ ബസ്സിൽ കയറി ദാദർ എന്ന സ്ഥലത്തെത്തണം. അവിടെ നിന്ന് ഞങ്ങൾക്ക് ലോക്കൽ ട്രെയിൻ കയറി അന്തേരി സ്റ്റേഷനിൽ ഇറങ്ങണം. മുംബൈ മെട്രോയിൽ കയറണം എന്നൊരാഗ്രഹം. 10 മിനിറ്റ് യാത്ര കൊണ്ട് ബസ് ദാദറിലെത്തി. ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച സുന്ദരമായിരുന്നു. ദാദറിൻ്റെ ഒരു ചെറിയ ചത്തുരത്തിൽ ആയിരക്കണക്കിന് പ്രാവുകൾ. ആളുകൾ ധാന്യങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ഞങ്ങളും കുറേ ധാന്യങ്ങൾ ഇട്ടുകൊടുത്തു. ആ മനോഹര ദൃശ്യം ക്യാമറയിൽ പകർത്തി. ദാദർ മുംബൈയിലെ ഒരു ഷോപ്പിംഗ് ഹബ്ബ് കൂടിയാണ്. ഒരു ഡെൻസിലി പോപ്പുലേറ്റഡ് റെസിഡൻഷ്യൽ ഏരിയ. സമയം 2 മണിയായി. നല്ല വിശപ്പ്. ഭക്ഷണം കഴിക്കാൻ 3-4 ഹോട്ടലുകൾ കയറി. എവിടെ ചെന്നാലും അരമണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ. ഭക്ഷണം അന്തേരിയിൽ ചെന്ന് കഴിക്കുവാൻ തീരുമാനിച്ചു. ദാദറിലൂടെ നമുക്ക് നടന്നു പോകുവാൻ വരെ ബുദ്ധിമുട്ടാണ്. അത്രയേറെ ജനപ്രവാഹമാണ് ഇവിടെ. ഉത്സവപ്പറമ്പിലെ പൂരത്തിനുള്ള തിരക്ക് എങ്ങനെയാണോ അതിനോട് സമാനമായ തിരക്കാണ് ദാദറിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയുക. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. അതിനാലാണ് ഉച്ചഭക്ഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്. തൽക്കാലം ഒരു ഗ്ലാസ് ബാസുന്തി മേടിച്ചു. പാല് കുറുക്കി വറ്റിച്ചത്. പാലും പഞ്ചസാരയും പാൽപ്പാടയും കുങ്കുമപ്പൂവും ഇട്ട രുചികരമായ ഒരു പാനീയം. തൽക്കാലം ക്ഷീണം മാറ്റി. തൊട്ടടുത്തുള്ള കടയിൽ നിന്നും കുറേ സ്വീറ്റ്സും മേടിച്ചു. ഞങ്ങൾ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഞങ്ങൾ അന്തേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷൻ. മുംബൈയിൽ VT സ്റ്റേഷനും സെൻട്രൽ സ്റ്റേഷനും കഴിഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ. മുംബൈയുടെ വെസ്റ്റേൺ ലൈനും ഹാർബർ ലൈനും ഇതിലൂടെ കടന്നു പോകുന്നു. 9 പ്ലാറ്റ്ഫോമുകളുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ ദിനം പ്രതി 10,000-കണക്കിന് യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. ഈ സ്റ്റേഷനെ അന്തേരിയിലെ മെട്രോ സ്റ്റേഷൻ ലൈൻ 1-മായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് 300 മീറ്റർ നടന്നാൽ മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരാം. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. സമയം 3 മണിയായിരിക്കുന്നു. എന്തെങ്കിലും കഴിക്കണം. സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ള ടീ സ്റ്റാളിൽ നിന്നും ചായയും വടാപ്പാവും സമൂസയും ബജ്ജിയും വയർ നിറയെ കഴിച്ചു. സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും ടീ സ്റ്റാളുകളുമുണ്ട്. വലിയ ഒരു ടെർമിനൽ കോംപ്ലക്സാണ് അന്തേരി റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. ഉച്ചഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി പതുക്കെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. പ്ലാറ്റ്ഫോമിലെത്തി.
ഉടനെ തന്നെ ട്രെയിനെത്തി. അതിൽ കയറി അന്തേരിയുടെ പുറം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എയർപോർട്ട് സ്റ്റേഷനിൽ ഇറങ്ങി. താമസിയാതെ തന്നെ തിരിച്ചുള്ള മെട്രോ ട്രെയിനിൽ കയറി അന്തേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. മുംബൈ മെട്രോ, മുംബൈയിലെ ആദ്യത്തെ മെട്രോ ലൈൻ 1. ഇത് കമ്മീഷൻ ചെയ്തത് 2014 ജൂൺ 8-നാണ്. 11.5 കിലോമീറ്റർ ദൂരമാണ് മെട്രോ ലൈൻ 1-നുള്ളത്. ആകെ 12 സ്റ്റേഷൻ. റിലയൻസ് കമ്പനിയാണ് ഈ ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലൈൻ 1-ലൂടെ 5 ലക്ഷം യാത്രക്കാരാണ് ദിനം പ്രതി കടന്നു പോകുന്നത്. മുംബൈയിൽ ആകെ 3 മെട്രോ ലൈനുകളാണ് ഉള്ളത്. മുംബൈ ഗതാഗതത്തിൻ്റെ ജീവനാഡി സബർബൻ ട്രെയിൻ ആയതുകൊണ്ട് മെട്രോയ്ക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ല എന്ന് വേണം കരുതാൻ. അന്തേരിയിൽ നിന്നും ഞങ്ങൾ കൊളാബയിലേക്ക് തിരിച്ചു. റൂമിൽ കയറി ഒന്ന് ഫ്രഷായി. സന്ധ്യയോടുകൂടി താജ് ഹോട്ടലിൻ്റെ സമീപത്തുള്ള പ്രൊമനേഡിലേക്ക് നടന്നു. താജ് ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവിസ്മരണീയമായിരുന്നു. താജ്മഹൽ പാലസ് ഹോട്ടൽ ദീപപ്രഭയാൽ തിളങ്ങി നിൽക്കുന്നു. പകൽ സമയത്ത് കണ്ട താജിനേക്കാൾ 10 ഇരട്ടി സുന്ദരിയായിരിക്കുന്നു. വർണ്ണപ്രഭയാൽ ജ്വലിച്ചു നിൽക്കുന്നു. താജ് ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ 10 മിനിറ്റ് ഒറ്റ നിപ്പ് നിന്നു. നിരവധി സ്റ്റില്ലും വീഡിയോയും എടുത്തു. ഞങ്ങൾ മുംബൈയിൽ നാളെ കൂടി മാത്രമാണ് ഉള്ളത്. നാളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് മടങ്ങുകയും വേണം. അതിനാൽ പരമാവധി സമയം ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഈ മാസങ്ങളിൽ ചൂട് അത്രമാത്രം ഇല്ല എന്ന് തന്നെ പറയാം. അറേബ്യൻ കടലിൽ നിന്നും അടിക്കുന്ന കാറ്റുള്ളതുകൊണ്ട് ഈ പ്രദേശത്ത് അത്ര ചൂട് അനുഭവപ്പെടുകയുമില്ല. 1903 സ്ഥാപിച്ച ഈ ഹോട്ടലിലൂടെയാണ് ടാറ്റ ഗ്രൂപ്പ് ഹോട്ടൽ മേഖലയിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് ലോകത്താകമാനമായി 200-ൽ പരം ഹോട്ടലുകൾ താജ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നു. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള താജ് ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ടാറ്റയെക്കുറിച്ചൊന്ന് ഓർത്തുപോയി. 1868-ൽ ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച കോർപ്പറേറ്റ് സാമ്രാജ്യം 150 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. 12 ലക്ഷം കോടി റവന്യൂ ഉള്ള ഈ ബിസിനസ് സാമ്രാജ്യത്തിൽ 11 ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഡിഫൻസ്, റെയിൽവേ, സെൻട്രൽ ഗവൺമെൻറ് സെക്ടർ എന്നിവിടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഇന്ത്യയിലെ 1ാമത്തെ പ്രൈവറ്റ് സെക്ടറാണ് ടാറ്റ ഗ്രൂപ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന കോർപ്പറേറ്റ് സ്ഥാപനം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ചത്തുരത്തിലേക്ക് നടന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മോണുമെൻറ്റിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങിയിരിക്കുന്നു. നിരവധി സന്ദർശകർ ചത്തുരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 8:30 വരെയാണ് ഈ ലേസർ ഷോ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. മറാഠ സാമ്രാജ്യത്വത്തിൻ്റെ ശില്പി ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ചരിത്രമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി. ഛത്രപതി ശിവജി മഹാരാജ് മറാഠക്കാരുടെ ധീരയോദ്ധാവ്. മറാഠക്കാരെ ഇത്രയധികം സ്വാധീനിച്ച ഒരു ചരിത്ര പുരുഷൻ ഇല്ല എന്ന് നിസ്സംശയം പറയാം. 1630 ഫെബ്രുവരി 19 ഷഹാജി ഫോസ്ലയുടെയും ജിജാബായിയുടെയും മകനായി ഇന്നത്തെ പൂനെ ജില്ലയിലുള്ള ജുന്നാർ നഗരത്തിന് സമീപമുള്ള ശിവനേരി കുന്നിൻ കോട്ടയിലാണ് ശിവജിയുടെ ജനനം. 1674 മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ തൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഛത്രപതിയായി ഔദ്യോഗികമായി കിരീടമണിഞ്ഞു. 1680 ഏപ്രിൽ 3 തൻ്റെ 50ാമത്തെ വയസ്സിൽ റായ്ഗഡ് ഫോർട്ടിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ശിവജിയുടെ ജനന തീയതിയായ ഫെബ്രുവരി 19 ശിവജി ജയന്തിയായി മഹാരാഷ്ട്രക്കാർ ആഘോഷിക്കുന്നു. അന്നേ ദിവസം മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാന അവധി ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മുംബൈയിലെ തന്നെ പല പ്രശസ്ത നിർമ്മിതികളും ഛത്രപതി ശിവജി മഹാരാജിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്നു. പ്രശസ്തമായ VT റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്നും മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. സമയം രാത്രി 9 മണിയായിരിക്കുന്നു. ചത്തുരത്തിൽ നിന്നും റൂമിലേക്ക് മടങ്ങുകയാണ്. നല്ല വിശപ്പുമുണ്ട്. കൊളാബ കോസ്വേയിലൂടെ നടത്തം. കൊളാബ കോസ്വേ 2 കിലോമീറ്ററോളം നീളം വരുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ ഷോറൂമുകൾ, നിരവധി റെസ്റ്റോറൻറ്റുകളും കഫേകളും ഇവിടെയുണ്ട്. ഫുട്പാത്തുകളിൽ 100 കണക്കിന് കച്ചവടക്കാർ.
മുംബൈയിലെ തന്നെ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഇന്ന് കൊളാബയിലെ ഈ കോസ്വേ. രാത്രി 11 മണിവരെ നിയന്ത്രണാതീതമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക. ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഹോട്ടലിലെത്തി ഡിന്നർ ഓർഡർ ചെയ്തു. ഞങ്ങളുടെ മുംബൈയിലെ 2ാം ദിനം അവസാനിച്ചു. മുംബൈയിലെ 3ാം ദിനം രാവിലെ 8 മണിയോടുകൂടി ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങി. ഇന്ന് തിരക്കേറിയ ദിനമാണ് ഞങ്ങൾക്ക്. ഇന്നുകൂടിയാണ് ഞങ്ങൾ മുംബൈയിലുള്ളത്. നാളെ നാട്ടിലേക്ക് തിരിക്കണം. ആദ്യം ഞങ്ങൾക്ക് VT റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്നും സബർബൻ ട്രെയിൻ കയറി ധാരാവിയിൽ ഇറങ്ങണം. ധാരാവി സന്ദർശിച്ച് തിരിച്ച് കല്യാൺ വരെ പോകണം. മുംബൈയിലെ സുഹൃത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലെത്തണം. രാധാകൃഷ്ണൻ ചേട്ടൻ താമസിക്കുന്നത് കല്യാണിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മറാഠ റെസ്റ്റോറൻറ്റിൽ നിന്നും ആകാം എന്ന് കരുതി പൂരിയും സബ്ജിയും ഓർഡർ ചെയ്തു. നല്ല വൃത്തിയുള്ള ഹോട്ടൽ, സ്വാദിഷ്ടമായ ഭക്ഷണം. വില കേരളത്തേക്കാൾ കൂടുതലാണെങ്കിലും ആസ്വദിച്ച് തന്നെ ഞങ്ങൾ കഴിച്ചു. അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ചുറ്റും നോക്കിയാൽ ഇത് ഇന്ത്യയാണോ അതോ ഏതോ യൂറോപ്യൻ രാജ്യത്താണോ എന്ന തോന്നലിലാവും നമ്മൾ എത്തിച്ചേരുക. 4 വശത്തും ക്ലാസിക് മന്ദിരങ്ങൾ, ഒരു അവിസ്മരണീയമായ കാഴ്ച. ഏതൊരു സഞ്ചാരിയെയും ഇത്രയേറെ ആകർഷിക്കുന്ന ഒരു സ്ഥലം മുംബൈയിൽ ഉണ്ടോ എന്ന് സംശയം തോന്നും. 4 ഭാഗത്തുകൂടി വൃത്തിയുള്ള മനോഹരമായ റോഡുകൾ. മധ്യഭാഗത്ത് സഞ്ചാരികൾക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കുവാനുള്ള ചത്തുരം. അവിടെ നിന്ന് നോക്കിയാൽ ലോകപ്രശസ്തമായ VT സ്റ്റേഷൻ, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്ന്. ഇടതുഭാഗത്ത് മുംബൈ കോർപ്പറേഷൻ്റെ ഭരണസിരാകേന്ദ്രം, മുംബൈ മുനിസിപ്പൽ കമ്മീഷണർ ഓഫീസ്. VT സ്റ്റേഷൻ ഇത് പഴയ പേരാണ്. ഇന്ന് ഇത് VT സ്റ്റേഷൻ എന്നല്ല അറിയപ്പെടുന്നത്. CSMT എന്ന പേരിലാണ്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ. മുംബൈ സിറ്റിയിലെ ഫോർട്ട് മുംബൈയിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 1878 തുടങ്ങിയ നിർമ്മാണം 10 വർഷം വേണ്ടിവന്നു പൂർത്തിയാക്കാൻ. 1888 മെയ്യിലാണ് പൂർത്തിയായത്. ആ മാസം തന്നെ ഇത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇൻഡോ സാർസനിക് ഇറ്റാലിയൻ ഗോത്തിക് ശൈലിയിൽ പണിത ഈ മനോഹര ഹെറിറ്റേജ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത് ഫെഡറിക് വില്യംസും ആക്സൽ ഹേഗുമാണ്. 135 വർഷം പഴക്കമുള്ള ഈ ക്ലാസിക് നിർമ്മിതി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു. 18 പ്ലാറ്റ്ഫോമുകളും 40 ട്രാക്കും ഉൾക്കൊള്ളുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ കീഴിലാണ് ഇവിടെ നിന്നുമുള്ള ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 7 പ്ലാറ്റ്ഫോമിൽ സബർബൻ ലോക്കൽ ട്രെയിനും 11 പ്ലാറ്റ്ഫോമിൽ ദീർഘദൂര സർവീസുകളുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുംബൈയിൽ വരുന്ന ഏതൊരു സഞ്ചാരിയും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ആകർഷണമാണ് ഈ ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷൻ. വിക്ടോറിയ ടെർമിനൽ, അതായത് VT സ്റ്റേഷൻ എന്ന പേര് 1996 മാർച്ചിൽ CST ഛത്രപതി ശിവജി ടെർമിനസ് എന്ന് മാറ്റുകയും 2017 വീണ്ടും ഇതിൻ്റെ നാമം CSMT ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്ന് കൂട്ടിച്ചേർക്കുകയുമാണ് ഉണ്ടായത്. മറാഠക്കാരുടെയും ശിവജി മഹാരാജിൻ്റെയും വൈകാരിക ബന്ധം ഈ പേരുമാറ്റത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടിയാണ് ഈ ടെർമിനസ്. 2008 നവംബർ 26 ഈ സ്റ്റേഷനിലും ഭീകരാക്രമണം നടത്തുകയുണ്ടായി. 2 തീവ്രവാദികൾ AK-47 തോക്കുമായി പാസഞ്ചർ ടെർമിനലിലേക്ക് പ്രവേശിക്കുകയും തുരുതുരെ വെടിയുതിർക്കുകയുമാണ് ഉണ്ടായത്. ഈ ഭീകരാക്രമണത്തിൽ 58 പേരാണ് രക്തസാക്ഷിത്വം വരിച്ചത്. അജ്മൽ കസബ് എന്ന ഏക ഭീകരവാദിയെ ജീവനോടെ പിടികൂടിയത് ഇവിടെ നിന്നുമാണ്. നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2012 നവംബർ 21 പൂനെയിലെ വെർവാഡ സെൻട്രൽ ജയിലിൽ തീവ്രവാദി അജ്മൽ കസബിനെ തൂക്കിലേറ്റുകയും ചെയ്തു. VT സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ധാരാവിയിലേക്ക് തിരിച്ചു. സയോൺ എന്ന സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തി. സ്റ്റേഷനിൽ നിന്നും 500 മീറ്റർ മാത്രമാണ് ധാരാവിയിലേക്കുള്ളത്. ഞങ്ങൾ മൂവരും നടന്നു.
ഭാര്യയ്ക്കും മകൾക്കും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു ചേരിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ. ഞാൻ ചെറിയ ഒരു ധൈര്യം കൊടുത്തു. ചേരിയുടെ അകത്തേക്ക് 500 മീറ്ററോളം നടന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പേടി എനിക്കും ഉണ്ടായിരുന്നു. ഇടുങ്ങിയ തെരുവിലൂടെ നടന്നപ്പോൾ പലരും നമ്മളെ ശ്രദ്ധിക്കുന്നു. അധികം അകത്തേക്ക് പിന്നെ ഞങ്ങൾ നടന്നില്ല, തിരിച്ചു നടന്നു. ഗൈഡ് ഇല്ലാതെ പോയാൽ നമ്മൾക്ക് ഇവിടെ വഴിതെറ്റും. നല്ല മനുഷ്യരാണ് ധാരാവിയിലുള്ളത്. അതിനുശേഷം പരിചയപ്പെട്ടപ്പോൾ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. നിരവധി അധോലോക ഭീമന്മാർ അടക്കിവാണ ധാരാവി. ആ ധാരാവി കണ്ടുവല്ലോ എന്ന ആത്മസംതൃപ്തിയോടെ അവിടെ നിന്ന് ഞങ്ങൾ വൈകാതെ തിരിച്ചു. ധാരാവി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി. പാകിസ്ഥാനിൽ കറാച്ചിയിലുള്ള ഒറാങ്കി ചേരിയും മെക്സിക്കോ സിറ്റിയിലെ സിയൂദാദ് നെസയും കഴിഞ്ഞാൽ ലോകത്തിലെ 3ാമത്തെ സ്ലമ്മാണ് ധാരാവി. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ചേരിയാണ് ധാരാവി. 3 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ജനങ്ങൾ വസിക്കുന്നു എന്നാണ് കണക്ക്. 1884 ബ്രിട്ടീഷുകാർ പണിത കോളനി. ഈ ചേരിയെ റീഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി ആഗോള ഏജൻസികൾ വരികയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒടുവിൽ 2023 ഗൗതം അദാനിയുടെ കീഴിലുള്ള അദാനി പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും 20,000 കോടിയുടെ പദ്ധതിക്ക് മുംബൈ അതോറിറ്റീസ് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ ധാരാവി എന്ന ചേരി ഒരുപക്ഷെ ഓർമ്മയിലായേക്കാം. സിയോൺ സ്റ്റേഷനിൽ നിന്നും കല്യാണിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. കല്യാണിന് മുമ്പുള്ള തക്കുറുളി എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുകയാണ്. ഞങ്ങളും അതിൻ്റെ ഭാഗവത്തായി. മലയാളികളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും 10 ദിവസം ഇവിടെ ഉത്സവം നടക്കുന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് ഇത്. ഒരു താൽക്കാലിക ക്ഷേത്രമാണ്. ദിവസവും 3000 പേർക്ക് ഇവിടെ അന്നദാനം സംഘടിപ്പിക്കുന്നു. മലയാളികളുടെ കൂട്ടായ്മയിലാണ് ഈ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ജാതിമത ഭേദമന്യേ മലയാളികൾ മാത്രമല്ല, ഇവിടെയുള്ള മറാഠക്കാരും ഈ ഉത്സവം കൊണ്ടാടുന്നു. 100 കണക്കിന് മലയാളി കുടുംബങ്ങളാണ് താക്കുർളിയിലും കല്യാണിലും വർഷങ്ങളായി ജീവിക്കുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും കണ്ണൂർ പ്രദേശങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതുകൊണ്ടാണ് വർഷങ്ങളായി പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ പേരിൽ ഇവിടെ ഉത്സവം ആഘോഷിക്കുന്നത്. വളരെ സ്നേഹമുള്ള മലയാളികൾ നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു. 1 മണിക്കൂർ സമയം ഞങ്ങളവിടെ ചെലവഴിച്ചു. ഞങ്ങളിവിടെ വരാൻ കാരണം ഞങ്ങൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ക്ഷണപ്രകാരമാണ്. ഞങ്ങൾ ട്രെയിനിൽ പരിചയപ്പെട്ട രാധാകൃഷ്ണൻ ചേട്ടൻ വളരെ നല്ല മനുഷ്യൻ. ഞങ്ങളുടെ മുംബൈ യാത്രയിൽ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ സഹായിച്ച വ്യക്തി. 36 വർഷമായി മുംബൈയിൽ ജീവിക്കുന്നു. ഇവിടെ ചേട്ടൻ ബിസിനസ് നടത്തുന്നു. രാധാകൃഷ്ണൻ ചേട്ടൻ ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന സംഘാടകനും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയുമാണ്. നാട്ടിൽ ആലപ്പുഴയാണ് സ്വദേശം. മുംബൈയിൽ വന്ന ഞങ്ങൾക്ക് ഒരു മലയാളി സദ്യ കഴിക്കുവാനുമുള്ള അവസരവും അങ്ങനെ ലഭിച്ചു. ഞങ്ങളിനി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഫ്ലാറ്റ്. ഒരു ചെറിയ വിശ്രമത്തിനായി ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. 1 മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചു. രാധാകൃഷ്ണൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നു. ചേച്ചി നാട്ടിൽ പോയതുകൊണ്ട് ചേട്ടൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുംബൈയിലെ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. താക്കുറുളി പ്രദേശം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. നിരവധി തുണിമിൽ ഫാക്ടറികളും കെമിക്കൽ ഫാക്ടറികളും ഇവിടെ പ്രവർത്തിക്കുന്നു. 1 മണിക്കൂർ സമയം രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ ചെലവഴിച്ച് അതിനുശേഷം 1 മണിക്കൂർ സമയം ചേട്ടൻ്റെ കാറിൽ ഈ പരിസരം ഒന്ന് കറങ്ങി. ഇന്നത്തെ യാത്ര നല്ല ഒരു അനുഭവമായിരുന്നു. ധാരാവി എന്ന ചേരിയും
മുംബൈ സിറ്റിയുടെ ഔട്ടറുമൊക്കെ കറങ്ങി ഞങ്ങൾ താക്കുറുളി റെയിൽവേ സ്റ്റേഷനിലെത്തി. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന നല്ല മനുഷ്യനോട് യാത്ര പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ VT സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ VT സ്റ്റേഷനിൽ ഇറങ്ങി. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നും ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾക്ക് കൊളാബയിലുള്ള റൂമിൽ എത്തിച്ചേരണം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള ഈ സ്റ്റേഷൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഒന്നുകൂടി ക്യാമറയിൽ പകർത്തി ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു. ടാക്സി വിളിക്കുന്നതിന് മുമ്പ് ഒരു മനോഹര കാഴ്ച കൂടി കാണുവാനുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഛത്രപതി മഹാരാജ ടെർമിനസ് അഥവാ VT സ്റ്റേഷനും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിൻ്റെയും ദീപക്കാഴ്ചകളൊന്ന് കാണണം. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസ് ചുവപ്പിലങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത അവിസ്മരണീയമായ ഒരു കാഴ്ചാനുഭവം. ആരെയും ആകർഷിക്കുന്ന ഒരു കളറാണല്ലോ ചുവപ്പ്. ഉയരം കൂടിയ ഈ നിർമ്മിതിയിൽ ചുവപ്പ് രാശി അടിക്കുമ്പോൾ പകൽ കാണുന്നതിനേക്കാൾ 10 ഇരട്ടി സുന്ദരിയായിരിക്കുന്നു ഈ മനോഹര ക്ലാസിക് നിർമ്മിതി. വിക്ടോറിയ ടെർമിനൽ ഗോൾഡനും വൈറ്റും ചേർന്നുള്ള കളർ കോമ്പിനേഷൻ. ഒരു ഹൈടെക് ജുവലറിയിൽ ചെയ്തിരിക്കുന്ന കളർ മിക്സിംഗ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ ചരിത്ര നിർമ്മിതി എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ടു, കുറേ ഫോട്ടോസും എടുത്തു. അവിടെ നിന്നും ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ കൊളാബയിലെത്തി. റൂമിന് സമീപം തന്നെയുള്ള ബാഗ്ദാദി ഹോട്ടലിൽ നിന്നും ഗംഭീരമായ ഒരു ഡിന്നർ, ചപ്പാത്തിയും പനീർ ബട്ടറും ബട്ടർ ചിക്കനും. അങ്ങനെ മുംബൈ നഗരത്തിലെ അവസാനത്തെ ഡിന്നറും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഞങ്ങൾ ഇന്ന് മുംബൈ നഗരത്തോട് വിട പറയുകയാണ്. 12 മണിയോടുകൂടി റൂം ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ 3 പേരും പുറത്തേക്കിറങ്ങി. ഒരു ടാക്സി വിളിച്ചു. ആദ്യം VT സ്റ്റേഷനിലാണ് എത്തേണ്ടത്. മുംബൈ, പഴയ പേര് ബോംബെ. മുംബാദേവിയുടെ പേരിൽ നിന്നാണ് മുംബൈ എന്ന പേര് ഈ നഗരത്തിന് ലഭിച്ചത്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ക്യാപിറ്റൽ. ഇന്ത്യയുടെ GDPയുടെ 7% സംഭാവന നൽകുന്നു ഈ മഹാനഗരം. 600 സ്ക്വയർ കിലോമീറ്ററിൽ ഈ നഗരം വ്യാപിച്ചു കിടക്കുന്നു. ഔദ്യോഗിക ഭാഷ മറാഠി. ജനസംഖ്യ കൂടുതലുള്ള ലോകത്തിലെ 6ാമത്തെ നഗരം. 2,30,00,000 ജനങ്ങൾ ഇവിടെ വസിക്കുന്നു. ഇന്ത്യയിലെ മിക്ക കമ്പനികളുടെയും കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് കൂടിയാണ് മുംബൈ. ഇന്ത്യൻ മാധ്യമ ഭീമന്മാരുടെ ആസ്ഥാനം, ഇന്ത്യൻ സിനിമയുടെ ഈറ്റില്ലം, ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ ജീവിക്കുന്ന ലോകത്തിലെ 3ാമത്തെ നഗരം, ഏതൊരു ഭാരതീയനും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട നഗരം. സ്വദേശികളും വിദേശികളുമടക്കം ഒരു വർഷം 5.5 കോടി ജനങ്ങൾ ഇവിടെ വന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത്. ജീവിത തിരക്കുകളിൽ ഒന്നിനും സമയമില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ക്രൈമും അധോലോക നായകന്മാരുടെ ക്രൂരതയും കണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന ഈ നഗരം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി മാറിയിരിക്കുന്നു. ഏതൊരു സഞ്ചാരിക്കും ഏത് സമയത്തും മുംബൈ നഗരത്തിലൂടെ യാത്ര ചെയ്യാം. ഞങ്ങൾ ഈ നഗരത്തിൽ 3 ദിവസം താമസിച്ചപ്പോൾ ഒരു തിക്താനുഭവവും ഞങ്ങൾക്കുണ്ടായില്ല. ടൂറിസ്റ്റുകളോട് വളരെ സഹകരണ മനോഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. ഏതൊരു സംശയവും സഹായവും അവരോട് ചോദിക്കാം. എല്ലാ സഹായവും ഞങ്ങൾക്കവർ ചെയ്തു തന്നിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഈ തിരക്ക് പിടിച്ച നഗരം ഒന്ന് കാണണമെന്ന് ഭാര്യയ്ക്കും മകൾക്കും വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിനു മുമ്പും പലതവണ മുംബൈ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിൽ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ മുറി ബുക്ക് ചെയ്യുമ്പോൾ
ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് തന്നെ ബുക്ക് ചെയ്യുക. കൊച്ചുവേളി ഗരീബ് റാത്ത് ട്രെയിനിൽ വന്നാൽ 1 മണിയോടുകൂടി നമ്മൾക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. VT സ്റ്റേഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇരിക്കുന്ന കൊളാബയിലേക്കുള്ളത്. VT സ്റ്റേഷനിൽ നിന്നും ബസ്സിന് 6 രൂപ ടിക്കറ്റും ടാക്സിക്ക് 90 രൂപയുമാണ് നിരക്ക്. മുംബൈയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൊളാബയിലും മറൈൻ ഡ്രൈവിലും റൂം റെൻറ്റ് കൂടുതലാണ്. പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല. ഇവിടെ മുറിയെടുത്താൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. അതിലൂടെ തന്നെ യാത്രാ ചിലവും സമയവും നമുക്ക് ലാഭിക്കുവാൻ സാധിക്കും. കൊളാബയുടെ പരിസരത്ത് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഹാജി അലി ദർഗ, താജ് ഹോട്ടൽ, മറൈൻ ഡ്രൈവ്, VT സ്റ്റേഷൻ, ചർച്ച് ഗേറ്റ്, വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവ. ഹോട്ടലിൻ്റെ സമീപത്ത് തന്നെയാണ് 2 റെയിൽവേ സ്റ്റേഷൻ, VT സ്റ്റേഷനും ചർച്ച് ഗേറ്റ് സ്റ്റേഷനും. മുംബൈയിലെ മറ്റുള്ള സ്ഥലം സന്ദർശിക്കുവാൻ ഈ സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്താം. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ഈ 2 സ്റ്റേഷനിലേക്കും AC ലോ ഫ്ലോർ ബസ്സുകളുണ്ട്. 6 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. പരമാവധി ടാക്സികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുംബൈയിൽ എത്തിച്ചേർന്ന ഞങ്ങൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കാണാവുന്ന പരമാവധി കാഴ്ചകൾ കണ്ടു. ചെക്കൗട്ട് കഴിഞ്ഞ് 12:30 ഞങ്ങൾ VT സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നും സബർബൻ ട്രെയിൻ കയറി ലോകമാന്യ തിലക് സ്റ്റേഷനിലെത്തണം. അവിടെ നിന്നും വൈകിട്ട് 4 മണിക്കാണ് നാട്ടിലേക്കുള്ള ട്രെയിൻ. ഉച്ചഭക്ഷണം കഴിച്ച് പോകാമെന്ന് കരുതി. നിരവധി മലയാളി ഹോട്ടൽ VT സ്റ്റേഷൻ പരിസരത്ത് ഉണ്ട്. എന്നാൽ അവിടെ ഞങ്ങൾ കയറിയില്ല. മകൾക്ക് താലി മീൽസ് കഴിക്കണം. അതുകൊണ്ട് ഇതിനു മുമ്പ് കഴിച്ച മറാഠ റെസ്റ്റോറൻറ്റിൽ തന്നെ ആവാം എന്ന് കരുതി. താലി മീൽസും ചപ്പാത്തിയും പനീർ ബട്ടറും ഓർഡർ ചെയ്തു. രുചികരമായ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ VT സ്റ്റേഷൻ്റെ പാസഞ്ചർ ടെർമിനലിലേക്ക് പ്രവേശിക്കുകയും 2 മണിയോടുകൂടി ഞങ്ങൾ ലോകമാന്യ തിലക് സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങളുടെ ആദ്യത്തെ ട്രാവൽ വീഡിയോ. ആദ്യ സംരംഭം എന്ന നിലയിൽ തെറ്റുകളുണ്ടാകാം. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പങ്കുവയ്ക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം. നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ വിഘ്നേശ്വരൻ്റെ മുന്നിൽ കാണിക്കയിട്ടുകൊണ്ട് ഈ യാത്രയിൽ ഒരു വിഘ്നവും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സഫലമാക്കി തന്ന ഗണപതി ഭഗവാനെ മനസ്സിൽ ഒന്നുകൂടി ഓർത്തു. ട്രെയിനിൻ്റെ കവാടത്തിൻ്റെ അരികെ നിന്ന് പുറം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സുഖകരമായ യാത്രയുടെ പരിസമാപ്തി.